നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ എത്രയോ കുറ്റവാളികൾ പിടികിട്ടാപ്പുള്ളികളായി വിലസുന്നു. അവരെ പിടിക്കാൻ യാതൊരു ആവേശവും കാണിക്കാത്തവർ ഏതാനും ദിവസങ്ങളായി ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിക്കുവാൻ അതിന് കഥയും തിരക്കഥയും തയ്യാറാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക് ഡൊമൈനിൽ അവൈലബിളായ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ പരിശോധിക്കുവാൻ ഒരു സ്ഥാപനം തന്നെ മുഴുവനായി പൂട്ടിക്കെട്ടി ചാക്കിലാക്കി. സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഫോണുകൾ പിടിച്ചെടുക്കുന്നു. തീവ്രവാദികളെ പിടിക്കാൻ എന്നതുപോലെ അവരുടെ വീടുകളിലും ബന്ധുവീടുകളിലും അടക്കം പരിശോധനകൾ നടത്തുന്നു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഫാസിസ്റ്റ് ഭരണം കേരളത്തിൽ നടപ്പിലാക്കുകയാണോ? മറുനാടിനെതിരെയുള്ള കേസിന്റെ മെറിറ്റ് എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയാണോ ഒരു ഭരണ സംവിധാനം വിമർശനം ഉന്നയിക്കുന്നവരോട് പെരുമാറേണ്ടത്? കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികളായ സ്റ്റാലിന്റെ റഷ്യയോ കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയോ ആണ് കേരളമെന്ന് തോന്നിപ്പിക്കുന്ന സർക്കാർ നടപടികൾ കണ്ട് കേരള സമൂഹം അന്താളിച്ചു നിൽക്കുകയാണ്. ഇത് കേരളമാണ്, ഹിറ്റ്ലറുടെ ജർമ്മനിയോ മുസോളിനിയുടെ ഇറ്റലിയോ അല്ല. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, മറുനാടനിൽ കാട്ടുനീതിയോ? കേരളം എങ്ങനെ പ്രതികരിക്കുന്നു? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ. 3 പേർക്കും സ്വാഗതം. ഫാദർ ജോൺസൺ പാലപ്പള്ളി, ഈ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനോട് സമീപിക്കുന്ന ഒരു രീതി, ഇത്രമാത്രം അസഹിഷ്ണുത ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ വെച്ചു പുലർത്തേണ്ട കാര്യമുണ്ടോ? മറുനാടന്റെ പല വീഡിയോയിലൂടെയും കത്തോലിക്ക സഭയെയും സംവിധാനങ്ങളെയും ഒക്കെ പലപ്പോഴും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ച് പ്രതിസ്ഥാനത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ സഭ അതിനോട് സ്വീകരിച്ച ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും വളരെ അസഹിഷ്ണുതയോടെ ഇത്തരം സമീപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളോട്, വ്യക്തികളോട് ഒക്കെ പുലർത്തുന്നതിന്റെ കാരണം എന്തായിരിക്കും? അവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മറുനാടൻ ഷാജൻ സഭയ്ക്കും ചില വൈദികർക്കും സഭാ മേലധ്യക്ഷന്മാർക്കും ഒക്കെ ഏൽപ്പിച്ചിട്ടുള്ള മുറിവുകളും ക്ഷതങ്ങളും ഒന്നും അത്ര നിസ്സാരമല്ല. ഞാൻ മറുനാടിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറുനാടിന്റെ ചില വീഡിയോകൾ കണ്ടിട്ട് എന്റെ മനസ്സ് നേറിയിട്ടുണ്ട്. വൈദിക പാപങ്ങളെ ഒടുപ്പും തൊങ്ങലും വെച്ച് വളരെ ആഘോഷമാക്കി പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാനായിട്ട് മറുനാടൻ അത്യുത്സാഹം കാണിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിരിക്കുമ്പോഴേക്കും ഈ കോവിഡിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ആദ്യം തന്നെ മറ്റ് സ്കൂളുകാരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ പരീക്ഷയും നടത്തി എന്നതിന്റെ പേരിൽ എന്നെയും എന്റെ സ്ഥാപനത്തിന് എതിരെയും അദ്ദേഹം വാർത്ത കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഏറ്റുമുട്ടലും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ മറുനാടിനെ ഞാൻ വെള്ളപൂശാനായിട്ടല്ല, മറുനാടിന് എതിരെ ഇപ്പോൾ സർക്കാർ നിലകൊള്ളുന്ന ചില നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനായിട്ടുള്ളത്. ഈ മറുനാടൻ ചെയ്ത ആ കുറ്റകൃത്യം എന്താണ്? മെയ് മാസം 23-ാം തീയതി ശ്രീനിജൻ MLA നമ്മുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു ഫുട്ബോൾ പരിശീലന വേദിയിൽ വെച്ച് കുട്ടികളെ ദീർഘനേരം വെയിലത്ത് നിർത്തുകയും ഗേറ്റ് പൂട്ടുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് 24/5/2023 മറുനാടൻ കൊടുത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ കേസായിരിക്കുന്നത്. അതുപോലെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ 899/2023 എന്ന നമ്പറിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ കേസിന്റെ ഈ മെറിറ്റിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഈ കേസിൽ 3 വകുപ്പുകളാണ് മൂന്ന് വകുപ്പ് പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വകുപ്പ് സെക്ഷൻ 3(1)R ഓഫ് SC/ST ആൻഡ് പ്രിവെൻഷൻ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 89, 2 സെക്ഷൻ 3, പിന്നെ അത് വേറൊരു ആക്ട്, പിന്നെ മൂന്നാമത്തത് 120 കേരള പോലീസ് ആക്ട്. ഇപ്പോ ആദ്യത്തെ ആക്ട് വകുപ്പ് പ്രകാരം ഒരു വ്യക്തി SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ മാത്രം ടിയാനെ മനഃപൂർവ്വം പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയോ ഭയപ്പെടുത്തുകയോ മാനഹാനി ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വകുപ്പ്. ഇനി രണ്ടാമത്തെ വകുപ്പ് സെക്ഷൻ 3. അതില് എഴുത്തിലൂടെയോ വാക്കാലെയോ അല്ലെങ്കിൽ ചിഹ്നങ്ങളിലൂടെയോ ആംഗ്യത്തിലൂടെയോ SC/ST വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കെതിരെ ശത്രുത, വിദ്വേഷം, അനിഷ്ടം എന്നിവ ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത് 120 കേരള പോലീസ് ആക്ട്, ഇപ്പൊ മറുനാടിനെതിരെ സ്ഥിതിച്ചിരിക്കുന്ന മൂന്നാമത്തെ വകുപ്പാണ്.
ആ വകുപ്പ് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ആവർത്തിച്ചിട്ടുള്ളതോ അനഭിമതമായതോ അജ്ഞാതമായതോ ആയ വിളി, കത്ത്, എഴുത്ത്, സന്ദേശം, ഇമെയിൽ എന്നിവ വഴി ദൂതൻ വഴിയോ ഏതെങ്കിലും ഒരാളുടെ ശല്യമായി തീരുന്നു എങ്കിൽ ഈ 3 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് മറുനാടനെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് മറുനാടൻ അന്ന് 24/5/2023 എയർ ചെയ്ത ആ വീഡിയോയിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പം വീഡിയോയിൽ ഒരിടത്തും ശ്രീനിജന്റെ ജാതി മറുനാടൻ ഷാജൻ സ്കറിയ പറയുന്നില്ല. പിന്നെ ആ വീഡിയോയിൽ മറുനാടന്റെ ജാതിയെയല്ല അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയാണ് വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കൗതുകമായ ഒരു കാര്യം, ജഡ്ജി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മറുനാടൻ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല, എന്നാൽ ജാമ്യത്തിന് അർഹതയില്ല. വളരെ കൗതുകരമായ ഒരു നിരീക്ഷണമാണ്. ജാതിയുമായി അധിക്ഷേപിച്ചിട്ടില്ല, എന്നാൽ ജാമ്യത്തിന് അർഹതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാദം കേട്ടതിന് ശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിധി വന്നത് എന്നും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇപ്പൊ മറുനാടിനെതിരെ ഇതുവരെ നടത്തിയിട്ടുള്ള ആ കിരാത നടപടികളൊക്കെ കേരളം ഒരു ഞെട്ടലോട് കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറുനാടൻ ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് UPI ചുമത്തിയിട്ടില്ല, അദ്ദേഹം ഏതെങ്കിലും കൊലക്കേസ് പ്രതിയല്ല, അല്ലെങ്കിൽ ഒരു ബലാത്സംഗ കേസ് പ്രതിയല്ല. പക്ഷേ ഈ കേസിലൊക്കെ സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതികളെക്കാൾ അതിക്രൂരമായിട്ടാണ് ഈ മറുനാടൻ വേട്ട നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്ര നിഷ്ഠൂരമായിട്ട് വേട്ടയാടപ്പെടുന്നത് എന്ന് സമീപകാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ശല്യപ്പെടുത്തുന്നു, ജോലിക്കാരുടെ ബന്ധുജനങ്ങളുടെയും വീടുകളിലെ രാത്രികളിൽ കയറിയിരുന്നു. അതിനേക്കാളും വലിയ കൗതുകം അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഓഫീസിലെ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ മോണിറ്റർ ഉൾപ്പെടെ പൊക്കിക്കൊണ്ട് പോയിരുന്നതാണ്. ഈ മോണിറ്ററിന്റെ അകത്ത് എന്ത് തെളിവുകളിട്ടാണ് ഇതുവരെ ആലോചിച്ച് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ഈ ഉപകരണങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് പോയിട്ട് നമ്മുടെ നിയമപ്രകാരം ഞാൻ ഒരു വ്യക്തിയെ ജാതിയുമായി അധിക്ഷേപിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ എന്റെ ഡിവൈസിൽ, എന്റെ കമ്പ്യൂട്ടറിലോ എന്റെ മോണിറ്ററിലോ സൂക്ഷിച്ചു എന്നതുകൊണ്ട് എനിക്കിതിനെ തെളിവാക്കാൻ കേസെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ തൊണ്ടിമുതലായിട്ട് കൊണ്ടുപോയിരിക്കുന്ന കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ ഇനി ഏതൊക്കെ രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതുവരെ എല്ലാ മാധ്യമം, അതായത് ഈ മറുനാടൻ വേട്ട ഇവിടുത്തെ സത്യം വിളിച്ചു പറയുന്ന സത്യസന്ധരായ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് ചിലർ കൊടുക്കുന്നതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. കേരളത്തിൽ 140 MLA-മാരാണ് ഉള്ളത്. ഈ 140 MLA-മാരിൽ 1-2 MLA-മാർക്ക് മാത്രമാണ് ഈ മറുനാടിനോട് ഇത്ര ഭയം. എന്തുകൊണ്ടാണ് ആ 1-2 MLA-മാർ മറുനാടിനെ ഇത്രമാത്രം ഭയക്കുന്നത് എന്ന് പത്രം വായിക്കുന്നവർക്കും ന്യൂസ് കാണുന്നവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതിൽ നിന്നും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ മറുനാടൻ വേട്ടയോട് മാധ്യമപ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രതിഷേധിക്കാം. കാരണം ഇത് ചില ദുസ്സൂചനകളിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ദേവപ്രസാദ്, മറുനാടനെതിരെയുള്ള ഈ കേസും പോലീസിന്റെ തീവ്രമായ ഈ അന്വേഷണവുമൊക്കെ കേരള സമൂഹത്തിന് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? മാധ്യമ ലോകത്തെ ഭയപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഏതാനും ദിവസം മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, CPIM-നെയും ഗവൺമെന്റിനെയും SFI-യെയും ഒക്കെ എതിർക്കുന്നവർക്കെതിരെ ഇനിയും നടപടി ഉണ്ടാകുന്നു. അത് ഓർക്കുന്നുണ്ടാവും, ആർഷോ വിവാദത്തിൽ ഉണ്ടായതാണ്. മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്വയംഭരണ കോളേജ്, അവിടെ SFI-കാരും അല്ലെങ്കിൽ പിന്നെ സർക്കാർ വിലാസം അധ്യാപകരുമാണ് അവിടെ ഭരണം നടത്തുന്നത്. അവിടെ PM ആർഷോ എന്ന് പറയുന്ന SFI-യുടെ നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ച റിസൾട്ട് വന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് അതൊരു വാർത്തയാക്കിയതിനാണ് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർക്കെതിരെ കേസ് വന്നത്. അതിന് ഗൂഢാലോചന എന്നാണ് പറയുന്നത്. ഇവിടെ ഗൂഢാലോചന, കലാപശ്രമം, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തി കേസിൽ പ്രതികളാക്കുക എന്നുള്ളത് ഒരു ഭീഷണി, ഇവിടെ ഒരു സ്വരം ഉയർത്തി നോക്കുകയാണ്. ഇപ്പം ഷാജനെ പിടിക്കുന്നത് അല്ലെങ്കിൽ മറുനാടൻ മലയാളിയെ കാണിച്ചിരിക്കുന്ന ഇതെന്ന് പറയുന്ന ഒരു സൂചനയാണ്. സൂചന മാത്രമല്ല, ഒരു ടെസ്റ്റ് ഡോസാണ്. ഇതിനെ എങ്ങനെ പൊതുസമൂഹം കണക്കാക്കും എന്നുള്ളതാണ്. ഇവിടെ പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിന്റെ മാധ്യമ സമീപനത്തോട് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് AK ശശീന്ദ്രനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ
അജിത് കുമാറിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ തിരുവനന്തപുരത്ത് വളരെ കാലമുള്ള ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് എനിക്ക് അജിത് കുമാറിനെ അറിയാം. അജിത് കുമാറിന്റെ ശൈലിയോടോ അല്ല പ്രവർത്തന രീതിയോടോ ഒന്നും യോജിപ്പില്ല. പക്ഷേ അദ്ദേഹത്തോട് കാണിച്ച ഒരു അനീതി അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാണിച്ച ഒരു അന്യായം അത് അതിനെ എതിർക്കുന്നില്ല. ഒരു പക്ഷേ മംഗളത്തോടുള്ള താല്പര്യക്കുറവുകൊണ്ടോ അജിത് കുമാറിനോട് വ്യക്തിപര താല്പര്യക്കുറവുകൊണ്ടോ ഒക്കെ പത്രങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും കണക്കിലെടുത്തില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പത്രക്കാർ ചെയ്ത്. ഇന്ന് അതിനകത്തെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഹണി ട്രാപ്പ് ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു വിവാദം കിടക്കട്ടെ, അത് തെറ്റാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഈ ശബ്ദം ഈ മന്ത്രിയുടെയാണോ? ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെയാണ് ശബ്ദം എന്നൊന്നും നമുക്കാർക്കും ഇതുവരെ തെളിവ് വന്നിട്ടില്ല. കേസ് തീർന്നു, മന്ത്രി വീണ്ടും മന്ത്രിയായി, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഓർക്കുക, അന്വേഷണങ്ങൾക്ക് ഇങ്ങനെ ഒരു രൂപമാണുള്ളത്. അതുപോലെ ഇപ്പൊ അച്ഛൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വേറൊരു വശം ഞാൻ പറയാം. നമുക്കറിയാം, ഇവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോളേജിൽ ജോലിക്ക് കയറിയ ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ വായിച്ചു. 2 കോളേജിൽ അവർ ജോലി നോക്കി, 3ാമത്തെ കോളേജ് വെച്ചാൽ സംശയമാണോ തോന്നി. ആ സംശയം തോന്നിയ പ്രിൻസിപ്പൽ ഗൂഢാലോചന നടത്തിയെന്നൊക്കെയാണ് അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. SFIയുടെ നേതാവാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ 15 ദിവസം ഒളിവിൽ കഴിഞ്ഞു. നമ്മുടെ പോലീസ് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അവസാനം ഹൈക്കോടതി അവർക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നില്ല എന്ന് വന്നപ്പോൾ, ഇനി ഒരു മാർഗവും ഇല്ലെന്ന് വന്നപ്പോൾ അവരെ പിടിച്ചു. അവരെ പിടിച്ചത് ആരുടെ വീട്ടിൽ നിന്നാന്ന് പോലും പത്രക്കാരോട് പറഞ്ഞില്ല, എവിടെ നിന്നാന്ന് പോലും പറഞ്ഞില്ല അവരെ പിടിച്ചത്. അവരെ പിടിച്ച വീട്ടുകാർക്കോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ഇവരുടെ ഈ ടെലിഫോണിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു, പോലീസ് സമ്മതിച്ചു, പ്രശ്നമില്ല. അപ്പൊ ഇതെല്ലാം ഒരു ഐ ഓപ്പണറാണ്. അവർക്ക് ഈ ഇടതുപക്ഷത്തിന് ഇഷ്ടമില്ലാത്തവരെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ സൂചനയാണ് ഇതിലൂടെ നടക്കുന്നത്. ഇപ്പം അതിനുശേഷം കേരളത്തിൽ പല സംഭവങ്ങൾ വന്നു. പാർഷോയുടെ സംഭവം വന്നു, ഏഷ്യാനെറ്റിലെ ബിനുവിനെതിരെ കേസ് വന്നു, സൂര്യകുമാറിനെതിരെ കേസ് വന്നു. എവിടെയൊക്കെ ഇവരെ ഭയപ്പെടുത്തി കൂടെ നിർത്താമോ? ഇപ്പൊ ഏറ്റവും കൗതുകകരമായിട്ട് വന്നത് പിന്നെ മാതൃഭൂമി എന്ന് പറയുന്നത്, മാതൃഭൂമിയുടെ ശ്രേയാംസ് കുമാർ എന്ന് പറയുന്നത് ഒരു ഘടകകക്ഷി നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചാനലിനെതിരെ എന്തായിരുന്നു കേസ് എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ കോഴിക്കോട് നടന്ന റെയിൽവേ തീവണ്ടി തീവയ്പ് കേസിലെ പ്രതികളെ പിടിച്ച് മഹാരാഷ്ട്രയിലെ പോലീസ് പിടിച്ചു. അവരെ കൊണ്ടുവരാനായിട്ട് പോകുന്ന സംബന്ധിച്ച് വിവരം കിട്ടി, ഇവർ കൂടെ പോയി. ഏത് പത്രക്കാരനും ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരിവരെ തടസ്സപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും പിന്നെ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നോ ഒന്നും പോലീസിന് പരാതിയില്ല. പിന്നെ കേസെടുത്ത് തന്നെ 5 മാസം കഴിഞ്ഞിട്ടാണ്. അതിനെക്കുറിച്ച് ശ്രേയാംസ് കുമാർ പത്രക്കാരോട് പറയുന്നത്, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്താണ്? ശ്രേയാംസ് കുമാർ പറഞ്ഞത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയാൻ വേണ്ടി ഞങ്ങളെ പിടിച്ചത്, അവരുടെ ഫോണെല്ലാം പിടിച്ചോണ്ട്. മാതൃഭൂമി എന്ന് പറയുന്ന ഒരു വലിയ പത്രത്തോട് ചെയ്തു. ആദ്യം മാതൃഭൂമി എന്നോട് പ്രതികരിക്കാൻ സമ്മതിച്ചു, കാരണം അതൊരു വിഷയം ഘടകകക്ഷിയല്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ അവസാനം ശ്രേയാംസ് കുമാർ പുറത്തു വന്നു. ഇത് തന്നെയാണ് നിശബ്ദരായിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവർക്ക് പ്രതികരിക്കേണ്ടി വരും, അവർക്ക് ശ്വാസം മുട്ടുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇപ്പം നമുക്കറിയാം, പത്രപ്രവർത്തന രംഗത്ത് ഇടതുപക്ഷക്കാർ മിണ്ടത്തില്ല ഇങ്ങനെയുള്ള കാര്യം വന്നാൽ. നമുക്ക് ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്, അവർ മിണ്ടത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നാൽ അവർ മിണ്ടത്തില്ല. അവർ നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഭരണകാലത്തോ BJPയുടെ ഭരണകാലത്തോ എന്തെങ്കിലും സംഭവിക്കാൻ അവരൊക്കെ ഭയങ്കരമായിട്ട് ചാടും കിടന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒന്നും നമ്മൾ കാര്യമായിട്ട് ഇനിയുള്ള കാലത്ത്, ഇപ്പം പത്രപ്രവർത്തനത്തിൽ സജീവമായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ വർക്കിംഗ് ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം ഞങ്ങളുടെ ഒരു കാലത്ത് വക്കം പുരുഷോത്തമൻ സ്പീക്കർ ആയിരുന്ന കാലത്ത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ ബാബുവിന്റെ പാസ് റദ്ദാക്കി. അന്ന് ഞങ്ങളെല്ലാം നിയമസഭ ബഹിഷ്കരിച്ച് അതിനെ പ്രതിഷേധിച്ചു. എന്നാൽ നയനാരുടെ കാലത്ത് സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പം പാസ് ബഹിഷ്കരിച്ചല്ല പത്രക്കാർ ബഹിഷ്കരിച്ചു, ദേശാഭിമാനിക്കാർ ബഹിഷ്കരിച്ചില്ല. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ പത്രക്കാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ ഇപ്പൊ പത്രപ്രവർത്തക സംഘടനയെ പോലും അവരാ കൂടുതൽ, അതുകൊണ്ട് അവര് കാര്യമായിട്ടൊന്നും ഇതിനെ കുറിച്ച് പറയത്തില്ല. പക്ഷെ ഇതുകൊണ്ട് സപ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെ ഏതോ ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞ പോലെ, അവർക്ക് ഉദ്ദേശം മറന്നാടുന്നൊന്നുമല്ല, മലയാളമനോരം വേണം കൂട്ടിക്കാരെന്നൊക്കെ പറയുന്ന പോലെ, അതൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. പക്ഷേ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. ഇതിനെ കുറിച്ചൊക്കെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജനം നിശ്ചയിക്കപ്പെടും. ഇപ്പൊ ഇടതുമുന്നണി ഇപ്പം അവർക്ക് വലിയൊരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്കൊരു പിന്നെ കക്ഷിബലം അനുസരിച്ച്, സാമുദായിക ബലം അനുസരിച്ചൊക്കെ അവർക്ക് വലിയൊരു പിന്തുണയുണ്ടെന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ രൂപാന്തരപ്പെടുമെന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ വീണ്ടും തിരിച്ചു വന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താ? സെൻട്രൽ ട്രാവൻകൂർ കേരള കോൺഗ്രസ്സുകാർ പോയത്. അവർ പോന്നപ്പോഴത്തേക്കും ക്രിസ്ത്യാനിയുടെ കുറെ പേരുടെ വോട്ടല്ല ഇവർക്ക് കിട്ടി. അങ്ങനെ ഒരു ധാരണ വന്നു. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു വീഴ്ചയാണ് അവരെ പറഞ്ഞു വിട്ടൊക്കെ.
പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ജയിക്കുമെന്നുള്ള ഒരു ഫീല് വന്നു. ഇപ്പം നമ്മൾ ഇതിനകത്ത് കേരളത്തിൽ കാണേണ്ട ഒരു സംഭവം, ഇനിയിപ്പോ കോൺഗ്രസ്സുകാർ ഈ ദുർബലരായി പോയ പോലും തൃക്കാക്കരയിലൊക്കെ സംഭവിച്ച പോലെ നടക്കും. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിണറായിയുടെ ഭരണം. പിണറായിയുടെ ഭരണം അവർ എന്തും തോന്നിയാസം ചെയ്യും, ആരെയും പിടിക്കും. ഇപ്പം ഇപ്പൊ അച്ഛൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ ശ്രീനിജനെതിരായിട്ടുള്ള ഒരു സംഭവം, ശ്രീനിജൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആർക്കാണ് ഇവിടെ അറിയത്തില്ലാത്ത. ശ്രീനിജൻ കോൺഗ്രസ്സുകാരനാണ് 2006 ഞാറക്കയിൽ മത്സരിക്കുമ്പോൾ. ശ്രീനിജൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 22,000 രൂപയും 3 പവനുമാണ് അദ്ദേഹത്തിന്റെ ആസ്തി. അത് ദേശാഭിമാനി തന്നെ കൊടുത്ത വാർത്തയാണ്. ഏറ്റവും കൂടുതൽ അന്യായമായ സ്വത്തുണ്ടാക്കിയത് ദേശാഭിമാനി കൊടുത്ത വാർത്ത കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശ്രീനിജൻ ഇടതുപക്ഷമായി. അല്ല, അത് അപ്പം ശ്രീനിജൻ ഇടതുപക്ഷമായി. ശ്രീനിജനെ സംബന്ധിച്ച് ആർക്കും ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. പിന്നീട് ശ്രീനിജനെതിരായിട്ടും ശ്രീനിജന്റെ ഭാര്യയുടെ പിതാവിനെതിരായിട്ടും ഒക്കെ സുപ്രീം കോടതി കേസുണ്ടായിരുന്നു. ആ കേസ് 2010 പ്രശാന്ത് ഭൂഷണാണ് കൊടുത്തത്. ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം കോടതി. ഇതെല്ലാം ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ മറന്നുപോയ പല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചെടുക്കാനൊക്കെയുള്ള ഒരു അവസരമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിലൂടെ ഇവർ സ്വയം കുഴിക്കുന്ന കുഴി എന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും ജനങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന കാര്യമല്ല. ഇത് സംബന്ധിച്ചൊക്കെ പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതി ഇത് പ്രസിഡന്റിനോട് ഇത്രയും തെളിവ് കൊടുത്തപ്പോൾ അന്നത്തെ സുപ്രീം കോടതി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഇത് റിവ്യൂ ചെയ്യണം എന്ന്. വാസ്തവത്തിൽ ഈ ചക്കിന് വെച്ചത് ആലോചിക്കണം, കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് പറയട്ടെ. ഇങ്ങനെയൊന്നും ഈ വലിയ ധിക്കാരത്തോടെ അല്ലെങ്കിൽ വലിയ ധിക്കാരത്തോടെ ഈ ഭരണം നടത്തുന്നവരൊന്നും രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാല് കരുണാകരൻ എത്ര വലിയ സൂപ്പറായിട്ട് ഭരിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങൊരു വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ്. ഇതിനു മുമ്പ് പല മന്ത്രിസഭകളുടെ കാലഘട്ടത്തിലും അങ്ങ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഭരണ കാലഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള കേസുകളും അന്വേഷണങ്ങളും മാധ്യമങ്ങൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടികളും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്റെ 1979 PKV മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ പത്രക്കാരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ആകപ്പാടെ ഉണ്ടായ ഒരു വലിയ വിവാദമായ പ്രശ്നം ഞാൻ പറഞ്ഞത്, ദേശാഭിമാനി ലേഖനായിരുന്ന RS ബാബുവിന് നിയമസഭ റിപ്പോർട്ട് ചെയ്യാനുള്ള പാസ് നിഷേധിച്ചതാണ്. അതിന്റെ കാരണം നിയമസഭയ്ക്കെതിരെ അനാവശ്യമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നാണെന്ന് വക്കം പുരുഷോത്തമൻ പറഞ്ഞു. അതിനെതിരെ പത്രക്കാർ പ്രതിഷേധിക്കാതെ സുപ്രീം കോടതി വരെ കേസ് പോയി. അങ്ങനെ ഒരു സംഭവമല്ല, പത്രക്കാർക്കെതിരെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എന്റെ ഓർമ്മയിലില്ല. പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം ഈ കഴിഞ്ഞ നമ്മുടെ അജിത്തിനെ അറസ്റ്റ് ചെയ്ത്, പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു വ്യാജരേഖ സർട്ടിഫിക്കറ്റ് ഉണ്ടായി. അനിൽ നമ്പ്യാർ, അങ്ങനെ 1-2 പേര് കുടുക്കലായ ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, വേറെ അധികാരത്തിന്റെ പരിപാടികളുമായിട്ടുള്ള അല്ലെങ്കിൽ പവർ ബ്രോക്കേഴ്സ് അങ്ങനെയുള്ള ഏർപ്പാടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ഇതാണ്. ഇവരൊക്കെ ഓർക്കുന്ന ഇവർക്കൊന്നും യാതൊരു ചലനവും ഉണ്ടാകത്തില്ല എന്നാണ്. അതൊന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പൊ യാതൊരു കാരണങ്ങളില്ല. അവർ വളരെ സോളിഡ് ആണ്, അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് നിയമസഭയിൽ. അവരുടെ ഘടകകക്ഷികളൊന്നും ഒരു പ്രശ്നമല്ല. പാർട്ടിയിലും ഗവൺമെന്റ് എല്ലാം പിണറായി പറയുന്നത് മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം, ഇങ്ങനെ ഏകഛത്രാധിപതിയായി വാണിരുന്ന ആളാണ് കരുണാകരൻ. ഒരു ചാരക്കേസ് വന്നു, അതിനകത്ത് ഒരു റോള് കൊള്ളാമല്ല, വീട് പോയി. അതുപോലെ പണ്ടൊരു MP ഗംഗാധരനുണ്ടായിരുന്നു, പൈപ്പ് കേസൊക്കെ. അതിലൊന്നും അദ്ദേഹത്തെ ഒന്നും തൊടാൻ പറ്റിയില്ല. പക്ഷെ മകളുടെ ഒരു കല്യാണത്തിന്റെ പ്രശ്നം കോടതി ഒന്ന് വീണു. അതുപോലെ കഴിഞ്ഞ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ നമുക്കറിയാം, മാണിസാറിനൊക്കെ പറഞ്ഞ എന്താ ഈ രാഷ്ട്രീയ കളിയുടെ രാജഗുരു എന്ന്. അതേ 1 കോടി രൂപ കൈക്കൂലി മേടിച്ചെന്ന് പറഞ്ഞൊരു കേസ് രാജിവെക്കേണ്ടി വന്നു. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ. ഇപ്പൊ നമ്മൾ റഷ്യയെ കണ്ടില്ലേ, ഒരു പുട്ടിൻ ആര് പറഞ്ഞാലും കേൾക്കാതിരുന്നു, ഇപ്പൊ പേടിച്ച് വിറച്ച് ജീവിക്കല്ലേ, ഒരു വാഗ്നർ വന്നതല്ലേ. അപ്പൊ രാഷ്ട്രീയത്തിലും പൊതു ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്കുള്ള ഈ ധിക്കാരം ഇവര് മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ ലോകത്തിലെ 180 രാജ്യങ്ങളിലെ 161ാമതാണ് ഇന്ത്യ എന്നും പറഞ്ഞ് അവിടെ എവിടെയാ അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ പോയി നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. കേരളത്തിന് മാത്രം എടുക്കാമെങ്കിലോ, നമ്മൾ ചൈനയുടെ, അതായത് ചൈനയാണ് 180ാമത്, അല്ല ഉത്തര കൊറിയയാണ് 180ാമത്, ചൈനയാണ് 179, എന്നാൽ കേരളം 181ാമതായിരിക്കും. അതല്ലേ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ സൂചിപ്പിച്ചാലും ഷാജന്റെ പല കാര്യങ്ങളെ കുറിച്ചും ഞാൻ അഭയ കേസിലെ അടയ്ക്ക രാജുവിന് അവാർഡ് കൊടുത്തപ്പോൾ ഞാൻ വാസ്തവത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്.
അഭയ കേസിൽ അടക്കാ രാജുവിന് ഒരു അവാർഡ് കൊടുത്തു. ഇപ്പൊ അടക്കാ രാജുവിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ഓർമ്മ. പക്ഷെ അതല്ല ഇതിനകത്തെ പ്രശ്നം. ജനാധിപത്യത്തിന്റെ ഒരു പ്രശ്നം എന്താ? നിങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ വാദിക്കും. നിങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള അത് തെറ്റാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വരെ ഇതിന്റെ പേരിൽ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ പോകുന്നത്. പക്ഷെ ഒരുതരം നിസ്സംഗത സമൂഹത്തിൽ വരുന്നുണ്ട്. എന്താണെന്ന് ചെയ്യട്ടെ, ആ നിസ്സംഗത മാറി മനുഷ്യർ പ്രതികരിക്കുന്ന, ഇത് തെറ്റാണെന്ന് പറയുന്ന, അല്ലാതെ ആയുധം എടുക്കാനോ ആക്രമിക്കാനോ ഒന്നും അല്ലല്ലോ അതല്ല ജനാധിപത്യത്തിന്റെ മാർഗം. ജനാധിപത്യത്തിന്റെ മാർഗം ജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്തരം അടന്നുകയറ്റങ്ങളെ മാധ്യമങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ പൊതുസമൂഹം പ്രതികരിക്കണം. പൊതുസമൂഹത്തിൽ ഇവിടെ ജനാധിപത്യം തുറന്നു കാണണം എന്നുള്ള ഒരു ഇതിന് പ്രതിഷേധിച്ചില്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ ഇത് നഷ്ടപ്പെടുമ്പോൾ എല്ലാം കൂടെ നഷ്ടപ്പെടുന്ന നമ്മൾ. പക്ഷേ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് കേരളം നിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ഇവർക്ക് ഓന്തോടിയ വേലിയോടോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഇന്ത്യൻ ഭരണഘടനയുണ്ട്, സുപ്രീം കോടതി ഉണ്ട്, അതൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ഷാജന്റെ കേസ് തന്നെ സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി എന്താ വിധി വരുന്നോ പറയാൻ പറ്റില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ വിധിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് അവരുടെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു എന്ന് പറഞ്ഞയാൾ ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ മാധ്യമങ്ങളെ വായടപ്പിക്കുക, ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതിരിക്കുക, പേടിച്ച് പരസ്യം തരുന്നതുകൊണ്ട് സർക്കാരിന്റെ അനുകൂലമായിട്ട് എഴുതണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സെക്രട്ടറി പറഞ്ഞെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പത്രങ്ങളെ കൈകാര്യം. ശരിയാ, പത്രങ്ങൾക്ക് പരസ്യമില്ലാതൊക്കെ ജീവിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഹൗസസിന്റെ ആയിരിക്കണം. ഇപ്പൊ അല്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ട്. അല്ലെ പാർട്ടിയൊക്കെ നടത്തുന്ന പത്രങ്ങളായിരിക്കണം, അല്ലെ സഭ നടത്തുന്ന പത്രങ്ങൾ, സഭ ആണെങ്കിൽ. അപ്പൊ ഒരു കാര്യമുണ്ട്, പത്രങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ ഹീനമായ പ്രവൃത്തികൾ സർക്കാർ ചെയ്യരുത്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങനെ വല്ലവരെയൊക്കെ ചെയ്തിട്ടുണ്ടോ, അഗസ്റ്റസ് ഹിക്കിയോ കൊല്ലമൊക്കെ ചെയ്തിട്ടുണ്ടോ, ആദ്യകാലത്തൊക്കെ ചെയ്തിട്ടുണ്ടോ. അല്ലാതെ ഇന്ത്യയിലൊരു പ്രസ് ഫ്രീഡത്തിനെതിരായിട്ടൊന്നും വലിയ ആക്രമണങ്ങൾ വന്നിട്ടില്ല. നെഹ്റു ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സൃഷ്ടാക്കളെല്ലാം പത്രസ്വാതന്ത്ര്യത്തെ വളരെ മാനിച്ചിരുന്ന ജനാധിപത്യവാദികളാണ് അവരൊക്കെ. പക്ഷെ ഒരു കാര്യം കൂടെ ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം അഥവാ വന്നു പോയാൽ എന്തായിരിക്കും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, എന്തായിരിക്കും വ്യക്തി സ്വാതന്ത്ര്യം, എന്തായിരിക്കും മതസ്വാതന്ത്ര്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ സൂചനകൾ തരാൻ ഈ തുടർ ഭരണത്തിലൂടെ പിണറായി വിജയന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇത് തരുന്ന ഒരു അടയാളം. നിശ്ചയമായി ഇതൊക്കെയാണ് ഇത് തരുന്ന ഒരു അടയാളങ്ങൾ എന്നാണ് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ. വാസ്തവത്തിൽ പബ്ലിക്കിൽ വന്ന ഒരു വീഡിയോയെ സംബന്ധിച്ചാണ് ഈ കേസെടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകളും അവരുടെ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും അടക്കം പിടിച്ചുകൊണ്ട് പോകുക, അവരുടെ വീടുകളിൽ പോയി റെയ്ഡ് ചെയ്യുക, അവരുടെ ബന്ധുവീടുകളിൽ പോയി റെയ്ഡ് ചെയ്യുക, ഇതൊക്കെ തീർത്തും ഒരു അധാർമികമായിട്ടുള്ള വസ്തുതയല്ലേ? ഇതിനകത്തൊക്കെ എന്ത് ധാർമ്മികതയാണുള്ളത്? തീർച്ചയായും പൊതുസമൂഹത്തില് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കപ്പെടാവുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ് പരാതി. അത് പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടില്ല. അത് ആർക്കും പരിശോധിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. ആ പരാതിയുള്ള വീഡിയോ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ബഹുമാനപ്പെട്ട കോടതിക്കോ പരിശോധിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല. ഈ വസ്തുത നിലനിൽക്കെ ഒരു മാധ്യമ സ്ഥാപനത്തെ അടച്ചു പൂട്ടണം എന്ന ദുഷ്ടലാക്കോടുകൂടി ആ മാധ്യമ സ്ഥാപനത്തിലെ മുഴുവൻ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും അവിടുത്തെ ജീവനക്കാരുടെ ഫോണുകളും കൈവശപ്പെടുത്തുകയും അവിടുത്തെ ജീവനക്കാരുടെ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥർ മാറുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി മാധ്യമങ്ങളുടെ നാവരിയുവാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശ്രമമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്താണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്? പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ പ്രധാനം. ഓരോ പൗരനും അവന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ഇപ്പോ എന്നെ പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെ അല്ലെങ്കിൽ ദേവദ സാറിനെ പോലെ ഇതുപോലെ പരസ്യമായി ഈ അഭിപ്രായങ്ങൾ പറയുവാൻ മാധ്യമ പ്രവർത്തകർക്കോ ജനപ്രതിനിധികൾക്കോ ഒക്കെ കഴിയുന്നത് പോലെ സാധാരണക്കാരന് കഴിയണമെന്നില്ല. അങ്ങനെ കഴിയാത്തവർക്കാർക്കും അഭിപ്രായമില്ല എന്നല്ല അതിനർത്ഥം. സാധാരണക്കാരനും അഭിപ്രായമുണ്ട്. ഈ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം പറയുന്ന വേദികളാണ് മാധ്യമങ്ങൾ.
ആ മാധ്യമങ്ങളെ ആരാണ് ഭയപ്പെടുന്നത്? ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന നമ്മുടെ എറണാകുളത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വന്തം കർത്തവ്യങ്ങൾ വിസ്മരിക്കുന്നത് ഏകാധിപത്യ പ്രവണതകളെ വളർത്തും. ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വന്തം കർത്തവ്യങ്ങൾ മറക്കുന്നത് ഏകാധിപത്യ പ്രവണതകളെ വളർത്തും. ഒരു സംശയവുമില്ല. പിണറായി എന്ന ഏകാധിപതിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മാധ്യമവേട്ട. മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടതിന് ശേഷം അവയെ തടഞ്ഞ് മതേതരത്വവും ജനാധിപത്യം തുടങ്ങിയ ഭാരതത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വേദികളെ ഇല്ലാതാക്കാനുള്ള ശ്രമം. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ദ ഫോർത്ത് പില്ലറാണ്, 4ാം തൂണാണ് ജനാധിപത്യത്തിന്റെ മാധ്യമങ്ങളെന്ന്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കഴിഞ്ഞാൽ ഈ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തുന്ന 4ാമത്തെ തൂണായ മാധ്യമം എന്ന് പറയുന്ന ഈ തൂൺ വെട്ടിയിടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ വെട്ടിയിടുന്നതിന് തുല്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി മാധ്യമങ്ങളെ നിയന്ത്രിച്ചു. അന്ന് ആ മാധ്യമ നിയന്ത്രണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സംഘപരിവാർ ശക്തികൾ, അവർ അധികാരത്തിൽ വന്നപ്പോ ബാംഗ്ലൂരിലെ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക കൊല്ലപ്പെട്ടു. മറ്റു നിരവധി മാധ്യമ പ്രവർത്തകരുടെ പേരിൽ കേസെടുത്തു. ഏതാണ്ട് 154 മാധ്യമ പ്രവർത്തകർ കേസുകളിൽ പ്രതിയായി. ആ സമയത്ത് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണമാണ് മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയതാരാ? ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ. ആ ഫാസിസ്റ്റ് ഭരണത്തിന്റെ അതേ തനിപ്പകർപ്പ് കേരളത്തിൽ നടമാടുകയാണ്. മറുനാടൻ ഷാജനോട് യോജിക്കാം വിയോജിക്കാം, അദ്ദേഹത്തിന്റെ വാർത്താ അവതരണ ശൈലിയോട് യോജിക്കാം വിയോജിക്കാം, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിക്കാം വിയോജിക്കാം, അതിലൊന്നും തർക്കമില്ല. അദ്ദേഹം എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പുള്ളവർക്ക് നിയമപരമായി പോകാം, അതിലും തർക്കമില്ല. കോടതികളിൽ പോകട്ടെ, കേസുകളിൽ പ്രതിയാണെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാജൻ ശിക്ഷിക്കപ്പെടട്ടെ, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഒരു ഇരയെ വേട്ട നായെ പോലെ പിന്തുടർന്ന് ഒരു മാധ്യമത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഒരു ഇടതുപക്ഷത്തിന്റെ MLA തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പരസ്യമായി. ഈ ശ്രീനിധനല്ല, മറ്റൊരു MLA വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, മറുനാടാനിനെ പൂട്ടിക്കുമെന്ന്. എന്താണ് ഈ മാധ്യമങ്ങളോട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ 1 or 2 ജനപ്രതിനിധികൾക്ക് ഇത്ര അസഹിഷ്ണുത? എന്താ 1 or 2 ജനപ്രതിനിധികൾക്ക്? മുഴുവൻ ജനപ്രതിനിധികൾക്ക് നമുക്ക് പറയാൻ കഴിയും. മറുനാടൻ മലയാളി ഇന്നത്തെ സാമൂഹിക മാധ്യമ രംഗത്ത് ഏറ്റവും പ്രശസ്തമായ രീതിയിൽ ജനപിന്തുണയുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു മാധ്യമം. ഒരു വോയിസ് ക്ലിപ്പ് ഇതിനിടക്ക് വന്നത് ബിനോയ് സാർ ശ്രദ്ധിച്ചിരുന്നു ഇടക്കാലത്ത്. അതായത് ഇന്ന് മറ്റ് മാധ്യമങ്ങളല്ല, പത്രമാധ്യമങ്ങളല്ല, വിഷ്വൽ മീഡിയാസ് അല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഹാനികരമായ രീതിയിൽ മുഴുവൻ കാര്യങ്ങളും പച്ചയായി വിളിച്ചു പറയുന്നത് മറുനാടൻ എന്ന് പറയുന്ന ഓൺലൈൻ ചാനലാണെന്നും ആ ചാനലിനെ ഇല്ലാതാക്കുവാൻ നമ്മുടെ സൈബർ പോരാളികൾ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് ക്ലിപ്പ്. തീർച്ചയായിട്ടും ഞാൻ കേട്ടിരുന്നത്. അടുത്ത 3ാം ഭരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് വാസ്തവത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം പോലും അല്ല, മറിച്ച് ഷാജൻ സ്കറിയയാണ്. അതിന്റെ ആധികാരികതയൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട്. സാധാരണക്കാരൻ ഇന്ന് പത്രപ്രവർത്തകനാകുന്നത് എങ്ങനെയാണ്? അവന്റെ കാലഘട്ടം അതാ. ഇപ്പൊ 79 മാധ്യമപ്രവർത്തകനായ സാറാണ് ഇവിടെ ഇരിക്കുന്നത്. അന്നത്തെ മാധ്യമപ്രവർത്തകന്റെ കാലഘട്ടമാണോ ഇത്? സാധാരണക്കാരൻ അവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനുള്ള വേദിയായി സോഷ്യൽ മീഡിയ മാറി. ആ സോഷ്യൽ മീഡിയയിൽ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറെ ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ, ജനപിന്തുണ ഉണ്ടാകുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങളെ, വസ്തുതകളെ അംഗീകരിക്കുന്ന ഒരു പൊതുസമൂഹം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഭരണാധികാരികൾക്ക് വേണ്ടി. വിമർശിക്കുന്നവർക്കെതിരെ അവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്വതയില്ലായ്മയല്ല, ഈ വളർന്നു വരുന്ന സംസ്കാരത്തിലെ സംസ്കാര ശൂന്യത.
ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മറുനാടനെതിരെ വിയോജിക്കാം, മറുനാടന്റെ നിലപാടുകളെ എതിർക്കാം, പരസ്യമായി എതിർക്കട്ടെ. പക്ഷെ ഒരു മാധ്യമ സ്ഥാപനത്തെ തിരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം, ദേവനന്ദൻ സാർ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, ഇതൊരു സൂചന. സത്യം പറയുന്നവന്റെ നാവരിയും എന്നുള്ള സൂചന. ഇത് തിരുത്തണം, അല്ലെങ്കിൽ പൊതുസമൂഹം തിരുത്തും. പൊതുസമൂഹം തിരുത്തും. ഇവിടെ സാറ് പറഞ്ഞ പോലെ ചില ജാതീയ പിന്തുണകൾ അല്ലെങ്കിൽ മറ്റു ചില ഘടകകക്ഷികളുടെ പിൻബലമുള്ള പിന്തുണകൾ, അതിന്റെയൊക്കെ പേരില് ഒരു ഭരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചില അഹന്തകളൊക്കെ ഉണ്ട്. ഏത് അഹന്തകളെയും ജനാധിപത്യപരമായ രീതിയിൽ തച്ചു തകർക്കുവാൻ, ജനവികാരം ഉണർത്തുവാൻ കഴിയുന്ന മാധ്യമങ്ങൾ സമൂഹത്തിന്റെ നാവായി ഇവിടെ നിലകൊള്ളുന്നുണ്ടെന്ന് അധികാര കേന്ദ്രങ്ങളും രാഷ്ട്രീയ കക്ഷികളും തിരിച്ചറിയണം. ഒരു മറുനാടൻ പോയാൽ 1000 മറുനാടന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുകയല്ല, പക്വതയോടെ വിലയിരുത്തി തിരുത്തപ്പെടേണ്ടവ തിരുത്താൻ തയ്യാറാകണം. അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടണം. നിശ്ചയമായി ഞാൻ തിരിച്ചു വരാം. ഫാദർ ജോൺസൺ പാലപ്പള്ളി, ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന് ചില അതിർവരമ്പുകളൊക്കെ ആവശ്യമില്ലേ? നമുക്കറിയാം, ഈ കോവിഡ് കാലത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ധാരാളമായിട്ട് രംഗപ്രവേശനം ചെയ്തത്. അതിൽ പല മാധ്യമങ്ങളും അവർ പടച്ചുവിടുന്ന വാർത്തകൾ സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തതാണ്. ആരെ വേണമെങ്കിലും കരിവാരിത്തേക്കാം, ആരെയും അപമാനിക്കാം, ബ്ലാക്ക്മെയിൽ ചെയ്യാം. അപ്പോൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിലർ ചെയ്യുമ്പോൾ ഇതിന് ചില അതിർവരമ്പുകളൊക്കെ വേണ്ട, ചില ലിമിറ്റുകളൊക്കെ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. എന്തായാലും ഈ മറുനാടന്റെ എപ്പിസോഡ് ഭാവിയിൽ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ ഒരു പ്രത്യേക വിഷയമായിട്ട് പഠിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, എന്തുകൊണ്ടാണ് ഈ മലയാളികൾ മറുനാടനെ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമുക്കറിയാം, ഇന്ന് മലയാളിക്ക് വാസ്തവം അറിയണമെങ്കിൽ ഒരു മിനിമം ഒരു 4-5 ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ 4-5 TV ചാനലുകളും കണ്ടാൽ മാത്രമേ വാസ്തവത്തിന്റെ ഒരംശം അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, അവർക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അവർ അല്ലെങ്കിൽ അവരുടെ ആ ടാർഗറ്റ് ഓഡിയൻസിന്റെ തടവറയിലാണ്. അതിനപ്പുറം പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സത്യം അറിയാനായിട്ട്, എന്താണ് യഥാർത്ഥമായ കാര്യം എന്നറിയാനായിട്ട് മലയാളി എവിടെ പോകും? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ പരസ്യം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളല്ലാത്തത് കൊണ്ട് അവർക്ക് പരസ്യക്കാരെ പ്രീതിപ്പെടുത്തേണ്ട കാര്യം അവർക്ക് വരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ നിന്നുള്ള വരുമാനമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ മറുനാടനെ പോലെയുള്ള ഈ മാധ്യമങ്ങളെ ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാനായിട്ടുള്ള കാരണം, ഇടയ്ക്ക് അവർക്ക് നാവുകയുടെ പറ്റും. തീർച്ചയായിട്ടും അവർ സത്യം, നിഷ്പക്ഷമായ സത്യം വിളിച്ചു പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മലയാളികൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണതയും ഓൺലൈൻ മാധ്യമക്കാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം മറുനാടിനാണെങ്കിലും അത് തന്നെ. നമുക്ക് എത്രയോ പേരാണ് വാർത്ത അറിയാനായിട്ട് മറുനാടിനെ മാത്രം ആശ്രയിക്കുന്നത്. അങ്ങനെ എത്രയോ മലയാളികൾ ഏറ്റുപറഞ്ഞു. ഇപ്പൊ തന്നെയാണെങ്കിൽ ഈ വിവാദം ഉണ്ടാകുമ്പോൾ പോലും മറുനാടന്റെ ഗ്രാഫ് കുതിച്ചുയരുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ മറുനാടിനെ സ്വീകാര്യത ഇല്ലായിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടായപ്പോഴേക്കും ഒക്കെ മറുനാടിനെ ജനം കൈവിടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ മറുനാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മറുനാടനെ പോലെയുള്ളവരുടെ എണ്ണം ഈ സമൂഹത്തിൽ കൂടി വരണമെന്നും മറുനാടൻ യുഗം അവസാനിക്കരുത് എന്നും, ഈ മറുനാടൻ യുഗം അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ മുളച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരാൻ പോകുന്ന അഴിമതിയും അരാജകത്വത്തിനൊക്കെ അതിർവരമ്പിടാനായിട്ട്, ചോദ്യം ചെയ്യാനായിട്ട് ഈ നാട്ടിൽ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സൂചനയാണ് ഇതൊക്കെ കാണുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു ജഡ്ജിയുടെ കാർ വരെ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾക്ക് തീയിരുന്നു. പൊതുജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ എതിരെ ശബ്ദമുയർത്തേണ്ട മാധ്യമങ്ങൾ ഇന്ന് ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. നമുക്ക് ഈ മറുനാടൻ എപ്പിസോഡ് തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മറുനാടൻ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത 2 MLA-മാര് ആരൊക്കെയാണ് എന്ന് കേരളത്തിന് അറിയാം. അതില് ഒരു MLA-യുടെ ഫേസ്ബുക്കിലൂടെ ഞാനൊന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പൊ ഞാൻ ആ ഫേസ്ബുക്കിൽ കണ്ട ചില പോസ്റ്റുകളൊക്കെ ഞാനൊന്ന് വായിക്കാം. അത് ഇപ്രകാരമാണ്.
ഒന്ന്, നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുനാടന്റെ ശൂന്യമായ ഓഫീസ്, അതായത് പോലീസുകാർ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ശൂന്യമായ ആ സ്റ്റുഡിയോയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ജനപ്രതിനിധി കുറിക്കുന്നത്. വീണ്ടും അടുത്ത പോസ്റ്റ്, അതേ നിന്നോട് ഞാൻ ഇപ്പോഴും പറയാനുള്ളൂ, നിന്റെ 8 അല്ല ഇവിടുത്തെ 10, പോയി പണി നോക്കിയിടാ, ചെയ്യാൻ പറ്റുന്നൊക്കെ നീ അങ്ങ് ചെയ്ത് കാണിക്കും. ഇനി വേറൊരു പോസ്റ്റ് അദ്ദേഹത്തിന് തന്നെ. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. അതിനിപ്പോൾ മഞ്ഞപ്പത്രങ്ങൾ കിടന്ന് കരഞ്ഞിട്ടും KUWJ-ക്കാർ കരഞ്ഞിട്ടും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുകാർ കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. മാന്യമായും സത്യസന്ധമായും മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല. അല്ലാത്ത എല്ലാ അവന്മാരും ഇനി കുറച്ച് കഷ്ടപ്പെടും, അതിലൊരു മാറ്റവുമില്ല. അതിനെ ഗുണ്ടായിസം എന്നാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇക്കാര്യത്തിൽ ഞാൻ ഒരു ഗുണ്ടയാണ് എന്തേ. നീ വീണ്ടും തുടരുകയാണ്. നീ ഞെളിഞ്ഞു നിന്ന് വീഡിയോ തള്ളുന്ന തിരുവനന്തപുരത്തെ ആ ഓഫീസ് ഉണ്ടല്ലോ, അതങ്ങ് പൂട്ടും. വീണ്ടും നിന്റെ പട്ടത്തെ ഓഫീസിൽ നിന്ന് നിന്നെ താഴെ ഇറക്കും. അതിനിപ്പോ നിന്റെ ഓശാരമൊന്നും വേണ്ട, വെറുതെ പൂട്ടുമെന്നല്ല പറഞ്ഞത്, പൂട്ടിക്കും എന്നാണ് പറഞ്ഞത്. വീണ്ടും വ്യാജരേഖ ചമച്ച വിഷയത്തിൽ പരാതി നൽകും, നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നല്ലേ പറഞ്ഞത്. നിന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ വ്യാജരേഖ നിർമ്മാണ കേസിൽ നിയമപ്രകാരം തന്നെ പ്രതികളാക്കും. ഈ പറയുന്ന 3ഉം നടന്നിരിക്കും. കൃത്യമായി എന്തൊക്കെയാണ് എന്ന് ആദ്യമേ അങ്ങ് പറയുന്നു. തടുക്കാമെങ്കിൽ നീ ഒന്ന് തടുത്തു കാണിക്കും. ഞാൻ ഈ വായിച്ചത് ഒരു 3-ാംകട സിനിമയിലെ ഒരു വില്ലൻ പറയുന്ന വില്ലന്റെ ഡയലോഗുകളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ചന്തസ്ഥലത്ത് കാണുന്ന വെല്ലുവിളിയൊന്നുമില്ല. മറിച്ച് കേരളത്തിലെ ജനങ്ങൾ വോട്ട് കുത്തി ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ പരസ്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ വെല്ലുവിളികളാണ് ഇതൊക്കെ. ഞാൻ ഒരു സെന്റൻസിലേക്ക് വീണ്ടും വരികയാണ്. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് ഈ സംഘാടക സമിതിയുടെ തീരുമാനം. ഈ സംഘാടക സമിതിയുടെ ഒരു കൂട്ടായ യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് ഈ മറുനാടൻ വേട്ട നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയണം. വീണ്ടും തുടരുകയാണ്. മാന്യമായിട്ടും സത്യസന്ധമായിട്ടും മാധ്യമ പ്രവർത്തനം നടക്കുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല, അല്ലാത്ത എല്ലാ അവന്മാരും ഇനി കുറച്ച് കഷ്ടപ്പെടും. എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ 2 പ്രയോഗങ്ങളാണ്. മാന്യമായിട്ടും സത്യസന്ധമായിട്ടും മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് ഇതിപ്പോ അടുത്ത സംശയമല്ല, ഈ മാന്യമായിട്ടും സത്യസന്ധമായിട്ടും ആരൊക്കെയാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്ന് ആര് തീരുമാനിക്കും? അത് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കൗതുകപൂർവ്വം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മറുനാടൻ ഓപ്പറേറ്റ് പരമായിട്ട്. ഇനി ഒരു മീഡിയ, ഇപ്പൊ നമുക്ക് ആദ്യം സൂചിപ്പിച്ചത് തന്നെ ഈ വാർത്തകൾ സെൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ഉറവിടം ഇല്ലല്ലോ എന്ന് നമ്മളിപ്പോൾ ആഗ്രഹപ്പെട്ടു. അതുകൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട, വാർത്തകൾ സെൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ ഇക്കോ സിസ്റ്റത്തിലൂടെ വാർത്തകൾ എഡിറ്റ് ചെയ്ത് വരുന്ന വാർത്തകൾ മാത്രമേ ഇനി കേരള സമൂഹം കാണുകയുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഈ മറുനാടൻ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇനി മലയാളികൾക്ക് സന്തോഷപൂർവ്വം നമുക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാം. കാരണം ഇനി സത്യസന്ധമായ വാർത്തകൾ മാത്രമേ മലയാളികൾക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ട. മലയാള മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മലയാള മാധ്യമ രംഗം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു എക്കോ സിസ്റ്റം ഇവിടെ തയ്യാറാകുന്നു എന്ന് മലയാളികളെല്ലാം ഒരു ആഹ്ലാദത്തോടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ എന്തൊക്കെയാണ് വാർത്തകളുടെ ശരിയും തെറ്റുമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവിടെ നടക്കുന്നതിന്റെ എല്ലാ പിന്നാമ്പുറ കാഴ്ചകളും പിന്നാമ്പുറ കളികളും എല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അകത്ത് സൂചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി നമുക്കറിയേണ്ടത്, എനിക്ക് ഒരാളുടെ വ്യക്തിപരമായ അനീതി ഉണ്ട് എങ്കിൽ, ഞാനൊരു ജനപ്രതിനിധിയാണ് എങ്കിൽ ആ വ്യക്തിപരമായ അനീതി, അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ അഴിമതിയോ ഞാൻ നടത്തുന്ന അനീതിയോ ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ചോദ്യം ചെയ്തയാളെ, അയാൾ പത്രപ്രവർത്തകനായിക്കോട്ടെ അല്ലാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, അയാളെ തകർക്കാനായിട്ട് സർവ്വവിധ ഗവൺമെന്റ് സംവിധാനങ്ങളെയും പോലീസിനെയും നീതിപീഠങ്ങളെയും ഞാൻ പറയുന്നില്ല ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാളെ വളരെ ഹീനമായ രീതിയിൽ വ്യക്തിത്വം നടത്തുന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ മറുനാടൻ വേട്ട എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതാണ് മറുപടി. ഇനി ഓൺലൈൻ മാധ്യമക്കാർക്ക് ഒരു മൂക്കുവേർ ഇടണ്ടേ, അല്ലെങ്കിൽ അവരുടെ വാർത്തകൾ എഡിറ്റ് ചെയ്യപ്പെടണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ തന്നെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഒരു എക്കോസിസ്റ്റം തയ്യാറാകുന്നുണ്ട്, ഒരു മീഡിയ സെൻസറിങ് റൂം തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെൻസർ ബോർഡ് രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ സെൻസർ ബോർഡിൽ ആരൊക്കെയാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഏതൊക്കെ വാർത്തകൾ കത്തിക്ക് വെക്കണം, ഏതൊക്കെ വാർത്തകൾ പുറത്തേക്ക് വരണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ
ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉടമസ്ഥനായ MLA ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മൂന്നാംകിട ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് തരം താഴുമ്പോൾ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനുമാണ് ഇത്തരം നിലപാടുകൾ അല്ലെങ്കിൽ അയാളുടെ ഇത്തരം എഴുത്തുകളൊക്കെ കാരണമായി തീരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, ഏറെ നാളുകൾക്ക് മുമ്പ് തൊടുപുഴ അടുത്ത മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജനപ്രതിനിധി നമ്പർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദമായ പ്രസംഗം നടത്തിയിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇവിടെ നടക്കുന്നത്. ചെസ് നമ്പർ 1 ഈസ് ഓൾറെഡി ബുക്ക്. ഇനി ചെസ് നമ്പർ 2 കാത്തു നിന്നോളൂ, ചെസ് നമ്പർ 3 കാത്തു നിന്നോളൂ. അതുകൊണ്ട് അക്കമിട്ട് ചെസ് നമ്പർ ഇട്ട് സ്കെച്ച് ചെയ്ത് വളരെ ആസൂത്രിതമായി ദീർഘകാലമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥയുടെ ഒരു അവസാനമാണ് ഇപ്പോൾ മറുനാടനിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ശ്രീ ടി ദേവപ്രസാദ്, ഈ സിദ്ദിഖ് കാപ്പൻ വിഷയത്തിൽ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നിലപാടെടുത്ത ജനപ്രതിനിധികള്, പത്രപ്രവർത്തകര്, പക്ഷെ അവർക്കൊന്നും ഈ ഷാജൻ സ്കറിയയുടെ വിഷയത്തിൽ ആ ഒരു ആവേശവും ഉത്സാഹവും ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ചിലരൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ സിദ്ദിഖ് കാപ്പനോട് കാണിച്ച ആ താല്പര്യമൊന്നും ഇദ്ദേഹത്തോട് ഇല്ലാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഞാൻ പറയാതെ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളത്. സിദ്ദിഖ് കാപ്പനോട് എന്തുകൊണ്ടാണ് താല്പര്യം ഉണ്ടാക്കി? സിദ്ദിഖ് കാപ്പനോട് താല്പര്യം ഉണ്ടാക്കാൻ അതിന് സംഘടിതമായ ശക്തികൾ പുറകിലുണ്ടായിരുന്നു. സിദ്ദിഖ് കാപ്പനും പിന്നെ ഷാജൻ സ്കറിയയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ജേർണലിസ്റ്റുകളല്ല. സിദ്ദിഖ് കാപ്പൻ വേറെ ലക്ഷ്യങ്ങളോടെ രാഷ്ട്രീയ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് അതിന്റെ പുറകിലുള്ള സംഘടന മുഴുവൻ അദ്ദേഹത്തിനുണ്ട്. അവരവരുടെ സ്വാധീനം ഉപയോഗിച്ച് MLA മാരെയോ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ തന്നെയോ എടുക്കും. ഇപ്പം സിദ്ദിഖ് കാപ്പന് വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരായതിന് 72 ലക്ഷം രൂപ കൊടുത്തെന്നാ പറഞ്ഞത്. അതെ, PFIക്ക് വേണ്ടി ഹാജരായെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിപ്പോ ഈ നമ്മുടെ ഷാജൻ സ്കറിയ ഇനിയിപ്പം സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റിനൊക്കെ അയാളുടെ നിന്ന് കാച്ചു കൊടുക്കണ്ടേ? ആരെങ്കിലും നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഗുഡ് വില്ലായിട്ട് കുറെ പറയും എന്നുള്ളതല്ലാതെ ഇതിന്റെ പുറകിലുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഈ കേസ് കൊണ്ട് സർക്കാരും അല്ലെങ്കിൽ ഈ സർക്കാർ ഏജൻസികളും പ്രതീക്ഷിക്കുന്ന ഇതാണ്. കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ നടക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. ഒന്നാമത് ജോലി പോവും, രണ്ടാമത് ഇതിനെല്ലാം ഭയങ്കര പദച്ചെലവുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ അഡ്വക്കേറ്റ്മാർക്കുള്ള ഫീസും ഇതൊക്കെ ഒരു സർക്കാരിനെല്ലാം സർക്കാർ ചെലവ് നടക്കും. നമ്മുടെ ഓരോ കേസിനും ഇപ്പം നമ്മുടെ പിന്നെ കണ്ണൂരെ കുഞ്ഞുങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊന്നതിനൊക്കെ എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ സർക്കാരിൽ നിന്ന് ചെലവാക്കിയിരിക്കുന്നത്? സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇരയായി പോകുന്ന പാവപ്പെട്ട വ്യക്തി അവസാനം സുപ്രീം കോടതി ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ജയിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടാവുമായിരിക്കും. ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ പിന്നെ PF പോപ്പുലർ ഫ്രണ്ടിനോ അല്ലെങ്കിൽ RSSനോ ഒക്കെ ചിലപ്പം അവരുടേതായ സംവിധാനങ്ങളുണ്ട് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ. അത്തരമുള്ള സംരക്ഷണമൊന്നും ഈ കോൺഗ്രസ് പോലുള്ള സംവിധാനങ്ങൾക്കോ ഇല്ല എന്നുള്ളത് ഒരു വലിയ ന്യൂനത തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇവരാരും ഈ ഇങ്ങനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം. അവർ പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് വിശ്വസിക്കരുത്. അതൊന്നും നടക്കത്തില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഒരു കേസുണ്ടായി, കേസിന്റെ പുറകെ പോലീസ് നടക്കുന്നുണ്ട്. ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും ഷാജിനെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്, ഇവിടെ 1975 ഒരു അടിയന്തരാവസ്ഥ ഉണ്ട്. അതിനത്തെ കുറിച്ച് ജോണി കുറച്ചു മുമ്പ് പറഞ്ഞു. അന്ന് ഇന്ദിരാഗാന്ധി എത്ര ഏകാധിപതിയായിട്ട് കാര്യങ്ങളെല്ലാം നടത്തിയതാ. പക്ഷേ ഇന്ദിരാഗാന്ധി ജയിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടാണെന്ന് ഇലക്ഷൻ നടത്തിയത്. എന്നിട്ട് എന്ത് പറ്റി? ഇന്ത്യയിലെ ജനങ്ങളെ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. ഇതൊന്നും സ്ഥായി ആയിട്ട് നിൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു പേര് ഇങ്ങനെ ഇത് ഈ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി അല്ലെങ്കിൽ അരിത്തമെറ്റിക്കലായിട്ട് കണക്ക് കൂട്ടുന്ന പോലെ ഒന്നല്ല ഇന്ത്യയിലെ ജനം ചിന്തിക്കുന്നത്. ഇവരെയൊക്കെ ജനം അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ജനങ്ങൾക്കറിയാം. അത് ജനം ചെയ്യുകയും ചെയ്യും. പിന്നെ ജനാധിപത്യത്തിൽ ഒരു അബദ്ധം കാണിച്ചാൽ 5 വർഷം നമ്മൾ സഹിക്കേണ്ടി വരും. അത് വേറെ മാർഗമില്ല. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ കാലാവധി വരെ നമ്മൾ സഹിക്കേണ്ടി വരും. അല്ലാതെ ഇവർക്കാരും ഈ ശാശ്വതമായിട്ടുള്ള ഒരു ഭരണം ഇതൊന്നും കിട്ടത്തില്ല. ഇന്ത്യയിലെ ഒട്ടും കിട്ടത്തില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കേരളം എന്ന് പറയുന്നതല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് ഒത്തിരി വലിയ വിശാലമായ ഒരു രാജ്യമാണ്. അവിടെ ഈ ബാക്കിയുള്ളവരോട് ഇപ്പൊ ഞാൻ പറയാമെങ്കിൽ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്ന് അവരെ തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കാണാം. മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ എന്തായിരിക്കും ഇവിടെ കടന്ന് തുള്ളാൻ പോകുന്നത്, പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അവർ ഭരണകക്ഷിയിരിക്കുന്നവർ, അവർക്ക് അധികാരമുണ്ട്, അവർ ചെയ്യുന്നു. പക്ഷെ
ഒരുപക്ഷെ 2.5 കൊല്ലം കൂടെ ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരുമായിരിക്കും. അതിനു മുമ്പ് വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. ഇപ്പം നമുക്കറിയത്തില്ല, മുന്നണികളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ വേണം, അവരുടെ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് രാഷ്ട്രീയത്തിൽ നമ്മളൊന്നും പ്രവചിക്കേണ്ട, അത് എത്ര കാലം എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ അവർക്ക് അപകടങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്കും സൂചിപ്പിക്കാനുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നവർ കുറെ ആത്മസംയമനം പാലിച്ചാന്നല്ല, വെറുതെ പിന്നെ പണ്ടൊക്കെ അതുണ്ടായിരുന്നു. പ്രസ് ഫ്രീഡത്തെ കുറിച്ചുള്ള ഏത് നിയമത്തെക്കുറിച്ച് ആലോചന വരുമ്പോഴും പറയുന്നത് പത്രക്കാർ സ്വയം നിയന്ത്രിക്കുന്നതാണ് ഏത് നിയമത്തെക്കുറിച്ച് നല്ലതെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പം നമുക്കറിയാം, പിന്നെ പിണറായിയുടെ ഗവൺമെന്റ് 2-3 നിയമങ്ങൾ കൊണ്ടുവരാൻ നോക്കിയതാ. പോലീസ് ആക്ടിലൊക്കെ ഭേദഗതി വരുത്താൻ നോക്കിയാൽ പത്രക്കാരെ നിയന്ത്രിക്കാൻ. അതൊക്കെ അവസാനം ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം രാജ്യത്തിന്റെ എതിർത്തോണ്ടാണ് അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. കേന്ദ്രത്തിൽ പിന്നെ മോദി ഗവൺമെന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ്. ഈ നമ്മുടെ ഇന്നിപ്പം ഇവിടെ കേരളത്തിലെ വ്യവസായ മന്ത്രി രാജ്യസഭയിൽ പിന്നെ അവതരിപ്പിച്ച ഒരു സ്വകാര്യ നിയമമുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട്. ഈ പ്രസ് ഫ്രീഡത്തെ കുറിച്ചൊക്കെ ബാക്കിയുള്ളവർ പറയുമ്പോൾ ഭരിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു തോന്നുന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിലൊരിക്കൽ ഈ 5 വർഷത്തേക്ക് ചിലപ്പോൾ സഹിക്കേണ്ടി വരുമായിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇവർ സ്വയം കുഴി കുത്തുവാണ്. ഇപ്പൊ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല. ഇന്ദിരാഗാന്ധി പറഞ്ഞ അടിയന്തരാവസ്ഥയിൽ ഒത്തിരി നന്മകൾ ചെയ്തു. പക്ഷെ ഞാൻ പത്രസ്വാതന്ത്ര്യം നിയന്ത്രിച്ചുകൊണ്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പത്രസ്വാതന്ത്ര്യത്തിന് അതിന്റെ പിന്നെ തിന്മകൾ എന്തായാലും അതിന് ഒത്തിരി നന്മയാണ്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഭരണാധികാരികൾക്ക് മനസ്സിലാക്കാൻ. അത് മുഴുവൻ ചിലപ്പോൾ എല്ലാവരുടെയും ചിന്തയാകണമെന്നില്ല. പക്ഷെ ഇങ്ങനെയും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ പത്രസ്വാതന്ത്ര്യം അവരെ സഹായിക്കും. ഇതെല്ലാം മൂച്ചോലം കേട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേസിന് പോവുക, ഇതിന് പോവുക, അങ്ങനെ വരുമ്പോഴത്തേനും കഴിയുന്നത്രയ്ക്ക് എഡിറ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം മാറ്റി നമുക്ക് ഇലയ്ക്ക് മുള്ളിനും കേടില്ല അങ്ങ് ജീവിച്ചേക്കാം എന്നുള്ള രീതിയിലേക്ക് പത്രങ്ങളൊക്കെ വരും. വലിയ പത്രങ്ങൾക്കൊക്കെ വലിയ ബിസിനസ്, വേറെ താല്പര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ ഒരു ഭീഷണിപ്പെടുത്തി നോക്കുക എന്നുള്ള ഒരു സാഹചര്യം. കുറെയൊക്കെ വഴങ്ങേണ്ടിയൊക്കെ വരും, കുറെയൊക്കെ പിന്നെ പലതും വേണ്ടെന്ന് വെക്കേണ്ടിയൊക്കെ വരും. പിന്നെ ഈ കേസുകൾ ഉണ്ടാകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല നടത്തിക്കൊണ്ടു പോകുന്ന പറയുന്നത്. പക്ഷെ ഇവിടെ ഈ പത്രസ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഞാനിവിടെ കാണുന്ന മനുഷ്യാവകാശ ലംഘനമാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഷാജനോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനോ പിന്നെ തെറ്റ് ചെയ്തു, അയാൾ ചെയ്ത തെറ്റ് തന്നെ നമ്മൾ ഓർക്കത്തിന് വേണ്ടി അങ്ങ് ചോദിച്ചു. പക്ഷെ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ കുഞ്ഞുങ്ങളെ, അയാളുടെ ഭാര്യയൊക്കെ പീഡിപ്പിക്കാൻ ആർക്കാണ് അവകാശം? അത് മനുഷ്യാവകാശ ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന് തന്നെ എതിരാണ് ഇവർ കാണിക്കുന്നത്. പോലീസിന് അങ്ങനെ വീടുകൾ കയറാനുള്ള അവകാശമില്ല. ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടറും ഇതൊക്കെ എടുത്തോണ്ട് പോവുക. ഇപ്പൊ ഇവിടെ സംശയം ഉയർത്തിയ പോലെ അച്ഛനാ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കമ്പ്യൂട്ടറിലൊക്കെ അവർ വല്ല ഓരോന്ന് ചെയ്തു വെച്ചാൽ ആർക്കെന്ത് പറയാൻ പറ്റും, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടോ? അതൊക്കെ അവസാനം കോടതിയിൽ അങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോ അഥവാ അങ്ങനെയല്ല ഇതിലുള്ളതാണ്, ഇത് പോലീസ് തന്നെ ഇൻസേർട്ട് ചെയ്താന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് അല്ലെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും ഇവർക്ക്? അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ വേണ്ട ജാഗ്രത. ഇതിപ്പോ ഇങ്ങനെയൊന്നുമല്ല, ഒരു ഭീകരത സൃഷ്ടിക്കുക. ഇപ്പൊ മുമ്പേ പറഞ്ഞാൽ 1, 2, 3 നിന്നെ ഞാൻ പൂട്ടി. അതൊക്കെ ഈ ഷാജൻ പറഞ്ഞ പോലെ തന്നെ ഷാജന്റെ ഒരു ലാംഗ്വേജ് തന്നെയുള്ള ഒരു മറുപടി എന്നൊക്കെ നമ്മൾ ഓർത്താൽ മതി. അത് പറഞ്ഞത് ഞാൻ ഇപ്പം അൻവറിനെ സപ്പോർട്ട് ചെയ്ത് പറയുമെന്നല്ല. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് അൻവർക്കെതിരെ എന്തുമാത്രം കേസുകൾ, അയാളുടെ പിന്നെ അവിടുത്തെ പിന്നെ എന്തുവാ ഏതാണ്ടെല്ലാം പൊളിക്കാൻ പറഞ്ഞില്ലേ, മിച്ചഭൂമിയുടെ കാര്യം ഏതാണ്ടെല്ലാം ഹൈക്കോടതി പറഞ്ഞ് എന്താ നടപ്പാക്കാത്തെന്ന് വീണ്ടും ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിനൊക്കെ എത്രയും വിലയെ നമ്മൾ കൊടുക്കാവുള്ളൂ. അല്ല ഇവരിങ്ങനെ പറയുന്നവരെന്തെല്ലാം പറയാനെല്ലാം നമുക്ക് പ്രതികരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ല, ഒരു പോലീസ് അതിക്രമം നടക്കണം പത്രസ്വാതന്ത്ര്യത്തിനെതിരായിട്ട്. അതിനെതിരെ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് പറയണം. തെറ്റാന്ന് പറയാ നമ്മൾ സാധിക്കുന്നവരെല്ലാം ഇതിനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ അവരെ പോലെ കാണിക്കുന്ന പോലെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്, അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇത് ബോധ്യം വരുന്ന ഒരു ദിവസം വരും. ഈ ബോധ്യം വരുന്ന ഒരു ദിവസം വരുമ്പം അവരും ഇങ്ങനെ പശ്ചാത്തലം ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും ഇനിയിപ്പോ അങ്ങനെ ഇപ്പം പിണറായിയെ സംബന്ധിച്ച് ഇനിയൊരു ഇന്നിങ്സ് ഇല്ലെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ചിന്ത. പക്ഷെ വളരെ ക്രൂരമായി പോകുന്നു ഇദ്ദേഹത്തോടുള്ള പെരുമാറ്റം. അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഓരോ വീടുകളിൽ ഇപ്പം നമ്മൾ ഇന്നലെ ചിന്തിക്കുന്ന, ഇപ്പം ഓർക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ സ്വപ്ന സുരേഷിന്റെ ആളൊന്നുമല്ല. സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയ അവരുടെ ഒരു കൂട്ടുകാരൻ. നമ്മൾ ഇവരെ ആരെയും ജസ്റ്റിഫൈ ചെയ്യാൻ പറയല്ല. കൂട്ടുകാരനെ ഒരു DGPയുടെ നേതൃത്വത്തിലല്ലേ തട്ടിക്കൊണ്ടുപോയത്? ഒരു കേസുമില്ല, പോലീസ് പിടിച്ചോണ്ട് പോയത്. അത് പോലീസ് ഭീകരത എന്നൊക്കെ പറയുന്നത് ഇവിടെ നടന്നില്ലേ? എന്നിട്ടോ നമ്മളാരും ഒന്നും വേണ്ടിയില്ല, അല്ലെങ്കിൽ അതങ്ങനെ കെട്ടടങ്ങി. ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ജാഗ്രത. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധം നടത്തി, ഒരു പ്രസ്താവന നടത്തി,
തീർന്നു. അങ്ങനെയല്ല. അതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ തന്നെ ആയിരിക്കും നഷ്ടം. ഇപ്പം കേസുകളുടെ ബഹളമല്ലേ. സതീശനെതിരെ കേസ്, സുധാകരനെതിരെ കേസ്, രമേശനെതിരെ കേസ് എടുക്കാൻ പറ്റുമോ നോക്കുന്നു. ഇങ്ങനെ പ്രതിപക്ഷത്തെ എല്ലാവരുടെയും, പക്ഷെ ലീഗുകാരെ മാത്രം വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എല്ലാം എതിരെ. അതിനകത്ത് ഷാജി ഉണ്ടായിരുന്നു, ഷാജിക്കെതിരെ കേസുണ്ട്. എല്ലാവരും ഇങ്ങനെ കേസ് കൊടുക്കാനായിട്ട് നോക്കണം. ഇനി എത്ര പേർക്കെതിരെ കേസ് വരുമെന്ന് ആർക്കറിയാം. അതൊക്കെ അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കണം. പക്ഷെ പത്രക്കാർ ഭാഗം ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. അവർക്ക് ജനങ്ങളുടെ ഒരു നിലപാട് പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഫീലിംഗ് പറയുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ച് ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ പറയും. ഇപ്പൊ ശ്രീനിജന്റെ കാര്യമാണെങ്കിൽ ശ്രീനിജൻ അവിടെ പിള്ളേരെ, ശ്രീനിജൻ ഒരു അത്ഭുത കഥാപാത്രമാണ്. കാരണം അവിടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയപ്പോൾ ഇപ്പൊ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് മാറി എന്നൊക്കെ പറയുന്നത് നേരാണോ? എനിക്ക് പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തന്ത്രശാലികളായ മനുഷ്യരുണ്ട്. അവര് തന്ത്രപരമായി ഓരോന്ന് വരുമ്പോൾ ഇപ്പൊ അവർക്ക് ഇപ്പൊ ശ്രീനിജന്റെ ഒരു സംഭവം പറഞ്ഞാൽ, കോൺഗ്രസിലായിരുന്ന കാലത്ത് കോൺഗ്രസിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുമായിട്ട്. കോൺഗ്രസിന് രക്ഷപ്പെടിയാൽ നടപ്പില്ല അവിടുന്ന് പോയത്. ഇതൊന്നും ജാതിയുടെ പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എല്ലായിടത്തും ഒരു ധാർമ്മികത ഇല്ലാതെ ഒരു ധാർമ്മിക അപജയത്തിന്റെ സൂചന നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കാണുന്നുണ്ട്. എല്ലാ സിസ്റ്റത്തെയും ഈ ധാർമ്മിക അപജയം കീഴടക്കിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ എളുപ്പം അത് പറയാം. നമ്മൾ ഓരോ വിധിന്യായങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് വിധിന്യായങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെയാ വിധിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമുക്കത് ചില ബഹുമാനങ്ങളുള്ള സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇന്ന് പോലീസ് മാത്രമല്ല, പോലീസിൽ കുറെ താല്പര്യമുള്ളവരിങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പിടിക്കാൻ നടന്ന് ബഹളം വെക്കുന്നു. അവർ വീട് ചവിട്ടി കയറുന്നു, അവരുടെ കമ്പ്യൂട്ടറിൽ എടുത്തോണ്ട് പോകുന്നു, വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തോണ്ട് വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇവരൊക്കെ പിന്നീട് ജീവിതത്തിന്റെ പല അവസരങ്ങളിൽ കാണിച്ച അതിക്രമങ്ങൾക്കൊക്കെ അനുദപിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തത് തെറ്റിപ്പോയി എന്ന് സങ്കടപ്പെടുന്നത്, അതിന്റെ മനസാക്ഷിയില്ലാതെ ചെയ്തതിന്റെ കാര്യങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ 79 മുതലുള്ള ഒത്തിരി സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കണ്ടിട്ടുണ്ട്. അവർ പലർക്കും അനുഭവിക്കേണ്ടി വന്ന, കടന്നുപോകേണ്ടി വന്ന, അവസാന കാലത്തൊക്കെ കടന്നുപോകേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അധികാരം പിടിച്ചു നീക്കാൻ അല്ലെങ്കിൽ ഭരണകക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്യുന്നു. പക്ഷെ അത് ശരിയല്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു ദിവസമൊക്കെ വരും. അതിനൊന്നും സംശയമൊന്നുമുള്ളതല്ല. ഇപ്പൊ വലിയ എന്നും ഇങ്ങനെ അസ്പർശനായി 40 വണ്ടിയുടെ അകമ്പടിയോടെ നടക്കാവുന്ന പിണറായിയും തെറ്റിദ്ധരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഒരു തിരിച്ചടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അത് ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം സ്വയം ആത്മഹത്യയല്ലേ, സ്വയം അങ്ങനെ മരിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവർ ആരുടെ കാര്യം അതിനുള്ളത്. അപ്പം അങ്ങനെയൊന്നും പിന്നെ അവരുമായിട്ടൊന്നും ഇവരെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം കേരളത്തിലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ആകപ്പാടെ ഇന്ത്യൻ ഭരണഘടന കീഴിലുള്ള കുറെ അധികാരങ്ങൾ ഉപയോഗിച്ച് അത് എങ്ങനെ ദുരുപയോഗിക്കാന്നുള്ളത് ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നു. അതിന് അവർ കണക്ക് കൊടുക്കേണ്ടി വരുന്ന അവർ മാത്രമല്ല, അവരുടെ പാർട്ടിയും കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം ബംഗാളിൽ 30 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കഴിഞ്ഞ ഇലക്ഷൻ ഒരാളിനെ പോലും ജയിപ്പിക്കാൻ പറ്റിയില്ല. ബംഗാള് വേറെ, പക്ഷെ ബംഗാൾ ഒത്തിരി പിന്നോട്ട് പോയി. അവിടുത്തെ വിദ്യാഭ്യാസ ലെവലിൽ എല്ലാ കാര്യത്തിലും ഒത്തിരി പുറകോട്ട് പോയി. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മളും പുറകോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് നിയമനം ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ സംസ്ഥാനം അങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജനം മനസ്സിലാക്കുമ്പോൾ അവർ പ്രതികരിക്കും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷം പലപ്പോഴും വളരെ സെലക്റ്റീവായിട്ടാണ് അവർ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെ. പലപ്പോഴും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമായിരുന്ന പല സമരങ്ങളും, അതായത് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന, ഹാനികരമാകാവുന്ന പല ഗവൺമെൻറ് തീരുമാനങ്ങളുടെയും കാര്യത്തിലൊക്കെ ശക്തമായ ഒരു സമരം നടത്തി വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഒരു ഉണക്ക പ്രതിപക്ഷമായി. ആ സമയത്താണ് ഈ പ്രതിപക്ഷത്തിൻ്റെ റോള് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അതിനപ്പുറം ഷാജൻ സ്കറിയയെ പോലെയുള്ളവർ ശക്തമായിട്ട് നിലപാടെടുക്കുന്നു. അപ്പം അങ്ങനെയുള്ളവരുടെ ആ നാവരിയാൻ ശ്രമിക്കുന്നത് അതൊരു തികഞ്ഞ ഫാസിസ്റ്റ് നടപടിയല്ലേ അത്? ഈ പൊതുജനത്തിന് വേണ്ടിയാണല്ലോ ഈ വാസ്തവത്തിൽ ഈ ഷാജനെ പോലെയുള്ളവർ സംസാരിക്കുന്നത്. തീർച്ചയായും ഈ രാഷ്ട്രീയ കക്ഷികള് ഈ നിലപാടുകൾ ഉയർത്തി ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്ന ജനവിഭാഗങ്ങളെ കൂടെ നിർത്തുന്ന ഒരു സംസ്കാരം മാറി. ശരിക്കും വേണ്ട ഒരു സംസ്കാരം അതാണല്ലോ. രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാട്
ആ നിലപാടുകൾക്ക് സ്വീകാര്യരായ ജനവിഭാഗത്തെ കൂടെ കൂട്ടുക, അണികളോ അനുഭാവികളായിട്ടോ കൊണ്ടുവരിക. അതാണ് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് നേരെ ഘടകവിരുദ്ധമായി ചില സ്ഥാപിത താല്പര്യക്കാരുടെ വോട്ട് ബാങ്കിന് അനുസൃതമായി രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ മുഖ്യധാര കക്ഷികളെല്ലാം മാറി. രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടിനൊപ്പം ജനതയെ കൊണ്ടുവരേണ്ടതിന് പകരം, അതാണല്ലോ ഒരു നേതൃത്വം, അവരെടുക്കുന്ന നിലപാടുകൾക്ക് പിറകെ ജനതയെ കൊണ്ടുവരേണ്ടതിന് പകരം ചില സ്ഥാപിത താല്പര്യക്കാരുടെ വോട്ട് ബാങ്കിന് അനുകൂലമായി, അവർക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ കക്ഷികളായി മാറി. അതിൽ ഒരു മുന്നണി വിജയിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം അതിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തി ചോർന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായി, ജനങ്ങളുടെ സ്വരമായി, ജനങ്ങളുടെ സ്വരമാകേണ്ടതാണ് എപ്പോഴും ഭരണകക്ഷിയുടെ, ഭരണകൂടത്തിന്റെ തെറ്റുകളെയും കുറവുകളെയും ചൂണ്ടിക്കാണിക്കേണ്ടതും വിമർശിക്കേണ്ടതും പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം പരാജയപ്പെട്ടിടത്ത് ജനം ആഗ്രഹിക്കുന്ന വിധത്തിൽ, എല്ലാ ഭാഷകളെയൊന്നും ഞാൻ ആയിരിക്കുന്നില്ല, പക്ഷെ ജനം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു പ്രതിപക്ഷമാകുവാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ മറുനാടൻ ഏറെ മുൻപന്തിയിലാണ്. അതാണ് കാര്യം. ഭരണകൂടത്തിന്റെ തെറ്റുകളും കുറവുകളും ജനവിരുദ്ധമായി അവർ പ്രവർത്തിച്ചാൽ അവയെ ചൂണ്ടിക്കാണിക്കുകയാണ് മാധ്യമധർമ്മം. മുമ്പേ പറഞ്ഞതുപോലെ ഈ പരസ്യങ്ങൾ സ്വീകരിച്ചിട്ട് ഭരിക്കുന്നവർക്ക് അനുകൂലമായി പറയുവാനാണെങ്കിൽ അതിനിവിടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. ഒരു പരസ്യവും വേണ്ട. അവര് എപ്പോഴും ഗവൺമെന്റിന് ചെയ്തതും ചെയ്യുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ആര് വിമർശിക്കും, ആര് തെറ്റ് ചൂണ്ടിക്കാട്ടും, ആര് ജനത്തിന്റെ നാവ, അവിടെ മാധ്യമങ്ങൾക്കാണ് പ്രസക്തി. ആ മാധ്യമങ്ങളുടെ നാവരിയുന്നത് ഒരു സംശയവും വേണ്ട, മാധ്യമങ്ങളുടെ നാവരിയുന്നത് പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാവരിയുന്നതിന് തുല്യമാണ്. എനിക്കെതിരെ മിണ്ടുന്നവൻ ഇനി നാളെ നാവ് ഉയർത്താൻ പാടില്ല. ഓരോ വ്യക്തിയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നാവരിയുന്നതിന് തുല്യമാണ് മാധ്യമങ്ങൾ. കാരണം മാധ്യമം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നാവ്. ദേവപ്രസാദ് സാർ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് കഴിയാതിരുന്ന മാധ്യമങ്ങൾക്കും അന്നത്തെ സമൂഹത്തിന്റെ വികാരങ്ങളെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് അധികമൊന്നും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്ദിരാഗാന്ധി പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇതിന്റെ കാരണം എന്താ? ഇന്ദിരാഗാന്ധിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ മാധ്യമങ്ങൾക്ക് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യം കൊടുത്തില്ല. പിഴവ് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മാധ്യമങ്ങളുടെ നാവരിഞ്ഞപ്പോ ഭരണകൂടത്തിനാണ് അബദ്ധം പറ്റിയത്. അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങളുടെ നാവരിഞ്ഞപ്പോൾ ഭരണകൂടത്തിനാണ് പിഴവ് പറ്റിയത്. കാരണം ഭരണകൂടത്തിന്റെ പിഴവുകളെ, കുറവുകളെ, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. മാധ്യമങ്ങൾക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലോ ജനവികാരം മാധ്യമങ്ങൾ പറയുമായിരുന്നു, അന്തരിച്ച ഇന്ദിരാഗാന്ധിക്ക് അത് തിരുത്താൻ അവസരം കിട്ടുമായിരുന്നു. തീർച്ചയായും. അതിന് സമാനമായി അവസാനമായി ഫാദർ ജോൺസൺ പാലപ്പള്ളി, ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും എത്ര നാള് സഹിച്ചിരിക്കും? നമുക്കറിയാം ബംഗാളിലെ CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടുത്തെ ഒരു CPM-കാരെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തല്ലി ഓടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാർ, ചിലപ്പോൾ ഒരുപക്ഷെ തമാശയായിരിക്കാം, ട്രോളായിരിക്കാം, കേരളത്തിൽ വന്ന് ജില്ലാ സെക്രട്ടറിമാർ പെറോട്ട അടിക്കേണ്ട ഗതികേടിലേക്ക് അവർ അധപ്പതിച്ചു പോയി. ഈ കണക്കിന് പോയാൽ കേരളം മറ്റൊരു ബംഗാളായി മാറുമോ? അല്ലെങ്കിൽ CPM-ന്റെ അവസ്ഥ ബംഗാളിലെ അവസ്ഥയ്ക്ക് തുല്യമായി തീരുമോ? തീർച്ചയായിട്ടും ഈ മറുനാടൻ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, തീക്കുള്ളി കൊണ്ട് തല ചൊറിയുകയാണ്, അല്ലെങ്കിൽ സ്വയം കുഴി തോണ്ടുകയാണ്. ഈ രണ്ട് പ്രയോഗങ്ങളിലൂടെ നമ്മുടെ ഈ സർക്കാരിന്റെ പോക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ
കുറെ കാലമായിട്ട് തന്നെ ഇന്ന് തന്നെ നമുക്കറിയാവുന്നല്ലോ, ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇംഗ്ലണ്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സഭാവിശ്വാസി എന്ന നിലയ്ക്ക് അത്ര ആശാസ്യകരമായ കാര്യങ്ങളല്ല ഈ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് തുറന്നു പറയാനായിട്ട് സാധിക്കും. അത് ഏത് രംഗത്താണ് എങ്കിലും തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തോളിൽ കൈയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഭരണത്തിൽ കയറുക എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യവും വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഏറെപ്പേരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട്, ഏറെപ്പേരുടെ വികാരങ്ങൾ മുറിവേൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊന്നും അവർക്ക് ബാധകമല്ല. ഈ അധികാരത്തിൽ കയറുവാനായിട്ട് ആരുടെയും തോളിൽ കൈയിടുക, എന്ത് കുൽസിത മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളതിന്റെയൊക്കെ നിലപാടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ അധപതിക്കുമ്പോൾ സഭയ്ക്ക് അവരെ ചേർത്ത് നിർത്താനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് തുറന്നു പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. ഓക്കെ, വളരെ നന്ദി. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. പ്രളയക്കെടുതിയും കോവിഡും ഒക്കെ വന്നതുകൊണ്ട് ഉറപ്പായിട്ടും ശരിയാക്കുമെന്ന് പറഞ്ഞ് രണ്ടാം വട്ടവും അവർ വന്നു. ഇനി മൂന്നാം വട്ടവും അധികാരത്തിലെത്താനുള്ള കോപ്പുകൾ അണിയറയിൽ ദ്രുതഗതിയിൽ ഒരുക്കുമ്പോൾ വെള്ളാനകളുടെ നാട് സിനിമയിൽ കേടായ റോഡ് റോളർ ആനയെ കൊണ്ട് വലിപ്പിക്കുന്ന ഒരു സീനിൽ പിടിവിട്ട് വീടിന്റെ മതിൽ ഇടിച്ചു തകർത്ത് നിൽക്കുമ്പോൾ ഹാസ്യ സാമ്രാട്ടായിരുന്ന കുതിരവട്ടം പപ്പുവിന്റെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഓർമ്മ വരികയാണ്. ഇച്ചിരി കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ വീട് കൂടി തകർന്നേനെ, എങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ. കേരളത്തിലെ ഭരണം കാണുമ്പോൾ അത് തന്നെയാണ് ഓർമ്മ വരിക. ഇച്ചിരി കൂടി സ്പീഡ് ഉണ്ടെങ്കിൽ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പോലീസും ഒക്കെ ഇച്ചിരി കൂടി ആത്മാർത്ഥമായി സ്പീഡിൽ പണിയെടുത്താൽ ഈ കേരളം മറ്റൊരു ബംഗാളായി മാറുവാൻ 33 വർഷമൊന്നും വേണ്ടി വരില്ലെന്ന്. നെറുകേടുകൾക്ക് നേരെ ശബ്ദമുയർത്തുന്നവരെ ഏത് മാർഗവും ഉപയോഗിച്ച് നിശബ്ദരാക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിച്ചില്ലെങ്കിൽ ഈ നാട് തന്നെ നിശബ്ദമായി പോകുന്ന സ്ഥിതി ഉണ്ടാവും. അത് തിരിച്ചറിയുന്നവർ ശബ്ദമുയർത്തിയേ മതിയാവൂ. ബിഗ് ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. വളരെ സജീവമായി പങ്കെടുത്ത 3 പേർക്കും നന്ദി.